സബ്ജക്റ്റിലേക്ക് വരാം. ഈ ലോകം എന്ത് ചെറുതാണല്ലേ. ഇത്രയ്ക്കും അടുത്താണ് ഇവിടെ ഒബാമയെ കണ്ടിട്ട് വരാം അമേരിക്ക ബാക്കികൾക്ക് പാലനം വേണ്ട, അധികാരം വേണ്ട. സീനിയേഴ്സിനൊന്നും എനിക്ക് പേടിയില്ല. തേർഡ് ഇയറിൽ പഠിക്കുന്ന അമലേട്ടൻ നമ്പർ തന്നിട്ടുണ്ട്. റാക്ക് ചെയ്ത അപ്പ അമലേട്ടന്റെ പെണ്ണാന്ന് പറഞ്ഞാൽ മതി എന്നാ പറഞ്ഞേ. നിക്കടി അവിടെ. എന്താ ജൂനിയർ അല്ലേ, കോളേജിൽ ജോയിൻ ചെയ്യാൻ വന്നാണോ? അല്ല, അരിയും മണ്ണി വാങ്ങാൻ വന്നത്. കാർഡ് നിന്റെ അച്ഛൻ കൊണ്ടുവരും. ഹലോ ദിനേശ്, കഴിഞ്ഞ ആഴ്ച നമ്മുടെ കമ്പനിയിൽ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തില്ലായിരുന്നു? ആ പോസ്റ്റ് വേറെ ആൾ സെലക്ട് ആയിട്ടുണ്ട് കേട്ടോ, താങ്കൾ കിട്ടിയില്ല. എന്നാ കിട്ടിയാളെ വിളിച്ചു പറഞ്ഞാ പോരെ, എന്നെ എന്തിനാ വിളിച്ചു പറയുന്നത്? ഒരു മനസ്സുഖം, കാറിലിങ്ങനെ വെറുതെ ഇരുന്നപ്പോ നമ്പർ കണ്ടു വിളിക്കാന്ന് കരുതി. ശരി, ഇപ്പൊ ഞാൻ എന്തിനു വേണം? ദിനേശ് ഇപ്പൊ എവിടെ നിൽക്കുന്നു? അവിടെ കാണാൻ കുഞ്ഞില്ല. പഠിച്ചോനെ, നല്ല ഒരു ജോലി, കൈ നിറയെ പണം, വലിയൊരു വണ്ടി, അതിൽ നിറയെ പെണ്ണുങ്ങൾ, എത്രയും പെട്ടെന്ന് നൽകണേ. ഇദ്ദേഹത്തിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ചേട്ടാ, ഞാൻ അപരാധ മീഡിയനാണ്. ഈ LGBT പറ്റിയുള്ള അഭിപ്രായം എന്താ? അത് മറ്റേ മാനസിക രോഗമുള്ള ആൾക്കാരുടെ സംഘടനയല്ലേ? അതെന്താ, അവര് മനുഷ്യരല്ലേ? അത് ഞാൻ പറയാം. ഇപ്പം ഞാൻ നാളെ രാവിലെ അശോക ചക്രവർത്തിയാണെന്ന് പറഞ്ഞിട്ട് ഡ്രസ് ഇട്ട് കോട്ടൊക്കെ ഇട്ട് കിരീടമൊക്കെ വെച്ച് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യോ ഞാൻ അശോക ചക്രവർത്തിയാണ്? പോട്ടെ, താങ്കളുടെ അച്ഛൻ ഇന്നലെ വരെ താങ്കളുടെ അച്ഛനായിരുന്ന വ്യക്തി ഇന്ന് രാവിലെ പാമ്പാണെന്നും പറഞ്ഞ് തറയിൽ കിടന്ന് ഇഴഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ പാലും മുട്ടയും കൊടുത്ത് അതിനെ മാളത്തിൽ കയറ്റി വിടോ, അതോ നല്ല ഡോക്ടറെ കാണിക്കോ?